DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെ കടന്നുപോവുകയാണ്. വേനൽ കടുത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡുകളും ഭേദിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പവർ ഗ്രിഡിന്റെ തകരാറുകൾ ഒഴിവാക്കാനും തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാനും KEB കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉപഭോക്താക്കൾ നേരിടേണ്ടി വരുന്ന വൈദ്യുതി ക്രമീകരണങ്ങളെക്കുറിച്ചും നാം പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും ബോർഡ് വ്യക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നത് സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖലയെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. പ്രതിദിന ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചതോടെ ഗ്രിഡിന്റെ സുരക്ഷ മുൻനിർത്തി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KEB തീരുമാനിച്ചിരിക്കുകയാണ്. നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാനില്ലെന്ന നിലപാടിലാണ് വൈദ്യുതി ബോർഡ്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാകും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. അതാത് പ്രദേശത്തിന്റെ സാഹചര്യവും വൈദ്യുതി ഉപയോഗ തോതും പരിഗണിച്ചായിരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തുക. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന സംവിധാനത്തിലൂടെയാണ് ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി ഉപയോഗം പരിധിക്കപ്പുറം ഉയരുന്നത് ട്രാൻസ്ഫോർമറുകൾക്ക് അമിതഭാരം ഉണ്ടാക്കുന്നു. ഇത് സിസ്റ്റം തന്നെ തകരാറിലാകാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം അനിവാര്യമായിരിക്കുന്നത്. വൈദ്യുതി മുടക്കം നേരിടുന്ന പ്രദേശങ്ങളിലെ ഉപഭോക്താക്കൾക്ക് അത് സംബന്ധിച്ച വിവരം SMS വഴി മുൻകൂട്ടി നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഏകദേശം 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാകും ഓരോ പ്രദേശത്തും വൈദ്യുതി തടസ്സപ്പെടാൻ സാധ്യതയുള്ളത്. അതത് പ്രദേശത്തെ വൈദ്യുതി ഉപയോഗത്തിന്റെ തോതനുസരിച്ചായിരിക്കും ഈ ക്രമീകരണം. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നിരിക്കുകയാണ്. പീക്ക് സമയ വൈദ്യുതി ഉപയോഗം ഏപ്രിൽ 18-ന് സർവകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തി. വൈകുന്നേരം 6-നും 10-നും ഇടയിലെ വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിലാദ്യമായി 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23-ന് രാത്രി 10:30 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ വൈദ്യുതി ആവശ്യകത കൂടുകയുണ്ടായി. ഈ താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ വൈകുന്നേരം 6 മുതൽ രാത്രി 11 വരെയുള്ള പീക്ക് സമയങ്ങളിൽ ഉയർന്ന വൈദ്യുതി ആവശ്യമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് KEB അഭ്യർത്ഥിച്ചു. പമ്പ് സെറ്റുകൾ, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, വാഷിംഗ് മെഷീൻ, ഇസ്തിരിപ്പെട്ടി തുടങ്ങിയവ ഈ സമയത്ത് പ്രവർത്തിപ്പിക്കുന്നത് ഒഴിവാക്കുന്നത് വൈദ്യുതി തടസ്സം കുറയ്ക്കാൻ സഹായിക്കും. എയർ കണ്ടീഷണറുകളുടെ ഉപയോഗത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കുന്നത് ഊർജ്ജ ലാഭത്തിന് വലിയ പങ്ക് വഹിക്കും. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് പീക്ക് സമയത്തിന് ശേഷമുള്ള രാത്രികാലങ്ങളിലേക്ക് മാറ്റുന്നതും ഗ്രിഡിന്റെ ഭാരം കുറയ്ക്കാൻ ഉപകരിക്കും. അനാവശ്യമായി പ്രവർത്തിക്കുന്ന ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. ഉപയോഗമില്ലാത്ത മുറികളിലെ വൈദ്യുതി ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിലൂടെയും ചെറിയ തോതിലുള്ള ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കാം. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം സഹകരണങ്ങൾ വഴി വലിയ രീതിയിലുള്ള ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാകും. പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളും ആഭ്യന്തര ഉൽപ്പാദനത്തിലെ കുറവുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. മെയ് 15 വരെ പുറത്തുനിന്ന് അധിക വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അമിതമായ ചൂട് കാരണം ലഭ്യതയിൽ കുറവുണ്ടാകുന്നത് വെല്ലുവിളിയായി തുടരുകയാണ്. ചുരുക്കത്തിൽ ഉപഭോഗം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ നിലവിലെ സാഹചര്യം സുഗമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. വൈദ്യുതി പാഴാക്കാതെയും പീക്ക് സമയത്ത് ഉപയോഗം പരിമിതിപ്പെടുത്തിയും ഓരോ ഉപഭോക്താവും KEB-യുമായി സഹകരിക്കണമെന്നാണ് ബോർഡ് ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.